പ്രിയമുള്ളവരെ, ഞങ്ങളുടെ വീട്ടിൽ ആവശ്യമായ പച്ചക്കറികളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. പുറത്തു നിന്നൊന്നും വാങ്ങിക്കുന്നില്ല. അതായത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അങ്ങനെയാണ്. അതിന് മുമ്പ് വരെ പുറത്തു നിന്നാണ് പച്ചക്കറിയും പച്ചമുളകും വേപ്പിലയും ഒക്കെ മേടിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അതൊരു സന്തോഷമായി. കാരണം നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കൂട്ടാമല്ലോ. വേപ്പിലയാണെങ്കിലും പച്ചമുളകാണെങ്കിലും കാന്താരി, അതുപോലെ പച്ചക്കറികളായ വെണ്ട, വഴുതന, തക്കാളി, ഇവയെല്ലാം നമ്മളൊന്ന് ശ്രമിച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യത്തിന് എല്ലാ സാധനങ്ങളും ഇപ്പോഴുണ്ട്. പിന്നെ ചീര, 3 തരത്തിലുള്ള ചീരയുമുണ്ട്. പച്ചച്ചീരയുണ്ട്, പിന്നെ ചുവപ്പ് ചീര, പിന്നെ പൊന്നാങ്കണ്ണി ചീര, ഇങ്ങനെ 2-3 ഇനത്തിലുള്ള ചീരയുമുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് പിന്നെ പച്ചക്കറികളൊക്കെ ഞങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് സന്തോഷം ഉള്ളൊരു കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് ഇലച്ചെടികളും പൂച്ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരാന്തയിൽ തന്നെ സ്റ്റെപ്പുകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ പുറത്ത് ഇപ്പുറത്തോട്ട് മാറ്റി കുറേ റോസ് ചെടികൾ കുറച്ചേ ഉള്ളൂ. പിന്നെ നമ്മളുടെ കടലാസ് പൂക്കൾ, ബോഗൻവില്ല ഒക്കെ കുറച്ചുണ്ട്. പച്ചക്കറികളോടൊപ്പം തന്നെ ഇലച്ചെടികളും പൂച്ചെടികളുമൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തരുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. സ്വന്തമായിട്ട് പച്ചക്കറി ഉണ്ടാക്കാൻ സാധിക്കുന്നു. വീട്ടിൽ അത്യാവശ്യം ചെടികളൊക്കെ വെക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ്. നിങ്ങളെല്ലാവരുടെയും വീട്ടിൽ ഉണ്ട് എന്നറിയാം. ഇനി ആരെങ്കിലുമൊക്കെ ഇതേപോലെ പച്ചക്കറികളൊക്കെ, പ്രത്യേകിച്ച് പച്ചക്കറികൾ ഒക്കെ വെച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ തുടങ്ങണം. ഗ്രോ ബാഗിലോ താഴെയോ മണ്ണിലോ ഒക്കെ വെക്കാം. ഗ്രോ ബാഗിലാണ് കുറച്ചും കൂടെ സൗകര്യം. അപ്പോൾ നമുക്ക് സൗകര്യത്തിനത് മാറ്റി വെക്കാം, അല്ലേ? വെയിൽ ഒക്കെ കിട്ടുന്ന സ്ഥലത്തോട്ട് മാറ്റി വെക്കാം. മഴയൊക്കെ കൊള്ളുമ്പോൾ വേണം മാറ്റി വെക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇവയെല്ലാം ക്രമീകരിക്കാം. ഇതുകൊണ്ടുള്ള മെച്ചം എന്ന് പറയുന്നത് എന്താണ്? വിഷമില്ലാത്ത പച്ചക്കറികൾ. അത് നമ്മൾ തന്നെ